നമസ്കാരം. പ്രധാന വാർത്തകൾ. മെയ് 19 മുതൽ 23 വരെ പത്തനംതിട്ട മലയോര മേഖലയിൽ രാത്രിയാത്ര നിരോധനം. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് പത്തനംതിട്ട ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രിയാത്ര നിരോധനം ഏർപ്പെടുത്തി കളക്ടർ. മെയ് 19 മുതൽ 23 വരെയാണ് 7 മണിക്ക് ശേഷം രാത്രിയാത്ര നിരോധിച്ചിരിക്കുന്നത്. ഗവി ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര മേഖലയിലേക്കും യാത്രാ നിരോധനമുണ്ട്. അതുപോലെ തന്നെ ക്വാറികളുടെ പ്രവർത്തനവും നിരോധിച്ചു. എല്ലാ താലൂക്കുകളിലും ക്യാമ്പുകൾ സജ്ജമാക്കിയെന്ന് കളക്ടർ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. റാന്നി, കോന്നി മേഖലയിൽ ദുരന്ത സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആവശ്യമെങ്കിൽ ആളുകളെ ഒഴിപ്പിക്കുമെന്നും കളക്ടർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ജില്ല വിട്ടു പോകരുതെന്ന കർശന നിർദ്ദേശം നൽകിയെന്നും ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ പറഞ്ഞു. KSRTC ഡ്രൈവർ യദു ഓടിച്ച ബസ്സിലെ വേഗപ്പൂട്ടും GPS-ഉം പ്രവർത്തനരഹിതമെന്ന് മോട്ടോർ വാഹന വകുപ്പ്. തിരുവനന്തപുരം മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ പുതിയ കണ്ടെത്തൽ. പോലീസിന്റെ ആവശ്യപ്രകാരം മോട്ടോർ വാഹന വകുപ്പ് ബസ്സിൽ നടത്തിയ പരിശോധനയിൽ യദു ഓടിച്ച ബസ്സിന്റെ സ്പീഡ് ഗവർണറും GPS-ഉം പ്രവർത്തിക്കുന്നില്ലെന്ന് കണ്ടെത്തി. 2 മാസമായി ബസ്സിന്റെ വേഗപ്പൂട്ട് ഇളക്കിയിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ GPS മാസങ്ങളായി പ്രവർത്തിക്കുന്നില്ലെന്നും മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. യുവാവിനെ കുത്തിക്കൊന്ന സംഭവത്തിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി പ്രതി. എറണാകുളം തോപ്പുംപടിയിൽ യുവാവിനെ കടയിൽ കയറി കുത്തിക്കൊന്ന കേസിൽ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുമായി പ്രതി. ലഹരി വിമുക്ത ചികിത്സയുടെ പേരിൽ തന്നെ സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്തിയതിന്റെ പകയാണ് കൊലയ്ക്ക് കാരണമെന്നാണ് അലൻ പോലീസിന് നൽകിയ മൊഴി. 28 കുത്തുകളാണ് കൊല്ലപ്പെട്ട ബിനോയിയുടെ ശരീരത്തിലേറ്റത്. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. കഴിഞ്ഞ 15-ാം തീയതി രാത്രി 8 മണിയോടെയാണ് കൊച്ചിയെ നടുക്കിയ കൊലപാതകം നടന്നത്. തോപ്പുംപടിയാകെ വിറച്ച സംഭവമാണ് ബിനോയ് സ്റ്റാൻലിയുടെ കൊലപാതകം. പ്രതി അലൻ ജോസ് കടയിൽ കയറുന്നതും മനസാക്ഷി മരവിപ്പിക്കും വിധം ബിനോയിയെ കുത്തിക്കൊല്ലുന്നതും CCTV-യിൽ പതിഞ്ഞിരുന്നു. കേസിലെ പ്രതിയായ പുത്തൻപാടത്ത് വീട്ടിൽ അലൻ കഴിഞ്ഞ ദിവസം പിടിയിലായി. പോലീസിന്റെ ചോദ്യം ചെയ്യലിലായിരുന്നു അലൻ ജോസിന്റെ വെളിപ്പെടുത്തൽ. ഏറെക്കാലമായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന പകയാണ് കൊല്ലാൻ കാരണമെന്നാണ് അലൻ പറയുന്നത്. ലഹരിക്കടിമയായി തന്നെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ ബിനോയിയുടെ ഭാര്യ ശ്രമിച്ചിരുന്നു. സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് എത്തിയതോടെ സമൂഹം തന്നെ ഭ്രാന്തനെ പോലെയാണ് കണ്ടത്. എല്ലാത്തിലും ബിനോയിയും ഇടപെട്ടു. ഇതോടെയാണ് ബിനോയിയെ കൊല്ലാൻ തീരുമാനിച്ചതെന്ന് അലൻ മൊഴി നൽകി. ബുധനാഴ്ച രാത്രി 7:30-യോടെ സൗദി സെയിന്റ് ആന്റണീസ് സ്കൂളിന് സമീപത്തെ സ്വകാര്യ സ്ഥാപനത്തിലെത്തിയ പ്രതി ബിനോയുമായി സംസാരിക്കുന്നതും വാക്കുതർക്കമുണ്ടാവുന്നതും പിന്നാലെ കയ്യിൽ കരുതിയ കത്തിയെടുത്ത് കുത്തുന്നതും പുറത്തുവന്ന CCTV ദൃശ്യങ്ങളിൽ കാണാം. സോളാർ സമരം അവസാനിപ്പിക്കാൻ ചർച്ച നടന്നതിൽ തെറ്റ് കാണുന്നില്ലെന്ന് ചാണ്ടി ഉമ്മൻ. സോളാർ സമരം അവസാനിപ്പിക്കാൻ ചർച്ച നടന്നെങ്കിൽ അതിൽ തെറ്റ് കാണുന്നില്ലെന്ന് ചാണ്ടി ഉമ്മൻ MLA. സോളാർ സമര വിവാദത്തിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ക്രമസമാധാന പ്രശ്നം ഒഴിവാക്കുകയായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം. ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ അങ്ങനെ ഒരു നീക്കം നടന്നെങ്കിൽ തെറ്റില്ല. ചർച്ച നടന്നു എന്ന് തനിക്ക് അറിയില്ലെന്നും ഊരാക്കുടുക്കിൽ അകപ്പെട്ട CPM അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമം നടത്തിയില്ലെങ്കിൽ അതിൽ തെറ്റില്ലെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. സോളാറിൽ ചരിത്രത്തിലില്ലാത്ത വിധമാണ് ഒരാളെ തേജോവധം ചെയ്തത്. മുഖ്യമന്ത്രിയെ പുറത്താക്കാൻ ഫ്രഞ്ച് വിപ്ലവം പോലെ സമരം നടന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച ചാണ്ടി ഉമ്മൻ ചരിത്രപരമായ തെറ്റാണ് ഉണ്ടായതെന്ന് CPM മനസ്സിലാക്കണമെന്നും അഭിപ്രായപ്പെട്ടു. പൊതുസമൂഹത്തോട് ക്ഷമ ചോദിക്കണമെന്നും ചാണ്ടി ഉമ്മൻ ആവശ്യപ്പെട്ടു. ജിഷ വധക്കേസ്. പ്രതിയുടെ വധശിക്ഷയ്ക്ക് അനുമതി തേടിയുള്ള ഹർജിയിൽ വിധി തിങ്കളാഴ്ച. പെരുമ്പാവൂർ ജിഷ വധക്കേസിലെ ഹർജിയിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി തിങ്കളാഴ്ച. പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷയ്ക്ക് അനുമതി തേടിയുള്ള പ്രോസിക്യൂഷന്റെ ഹർജിയിലാണ് വിധി പ്രഖ്യാപിക്കുക. കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതി നൽകിയ അപ്പീലിലും കോടതി വിധി പറയും. 20-ന് ഉച്ചയ്ക്ക് 1:45-നായിരിക്കും കേസിൽ കോടതി വിധി നടപടികൾ ആരംഭിക്കുക. 2016 ഏപ്രിൽ 28-നാണ് പെരുമ്പാവൂരിലെ വീട്ടിൽ ക്രൂരമായി കൊലപ്പെടുത്തിയ നിലയിൽ ജിഷയുടെ മൃതദേഹം കണ്ടെത്തിയത്. യുവതി ലൈംഗിക പീഡനത്തിന് ഇരയായെന്നും ശരീരത്തിൽ 38 മുറിവുകളുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമായിരുന്നു. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ജൂൺ 16-ന് അസം സ്വദേശിയായ അമറുൽ ഇസ്ലാമിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്.